co-nominees like Asif and Basil with me. ഹായ് ഗൈസ്, ഈ അടുത്ത് നടന്ന ഫിലിം ഫെയർ അവാർഡ് വേദിയിൽ സംഭവിച്ചത് ശരിക്കും ഒരു സ്പെഷ്യൽ മൂവ്മെന്റ് ആയിരുന്നു. മികച്ച മലയാള നടനുള്ള പുരസ്കാരം നേടിയത് നമ്മുടെ സ്വന്തം മമ്മൂക്ക. അതെ, മെഗാസ്റ്റാർ മമ്മൂട്ടി. പക്ഷേ അവാർഡ് വാങ്ങി അങ്ങ് പോയില്ല. അവിടെ നിന്നാണ് മാജിക് തുടങ്ങുന്നത്. തനിക്കൊപ്പം മത്സരിച്ച ആസിഫ് അലിയും ബേസിൽ ജോസഫും ഇരുവരെയും മമ്മൂട്ടി വേദിയിലേക്ക് വിളിച്ചു. വാടാ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിളി. ആ ഒരു വാക്ക് കേട്ടപ്പോഴേക്കും സദസ്സ് മുഴുവൻ കയ്യടി മുഴങ്ങി. മമ്മൂട്ടി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഒരർത്ഥത്തിലും ഇവർ രണ്ടുപേരും എന്നേക്കാൾ ഒട്ടും താഴെയല്ല. എന്തോ സംഭവിച്ച് അവാർഡ് എനിക്കെത്തി. ഇവർ രണ്ടുപേരും അതീവ കഴിവുള്ള യുവാക്കളാണ്. ഒരു സൂപ്പർ സ്റ്റാർ പറയുന്ന വാക്കുകളാണോ ഇത്? അല്ലെങ്കിൽ ഒരു വലിയ മനുഷ്യൻ പറയുന്ന വാക്കുകളാണോ? ആ അവാർഡ് നൈറ്റിൽ മറ്റു ചില പ്രധാന നിമിഷങ്ങൾ കൂടി സമ്മാനിച്ചു. മികച്ച ചലച്ചിത്രത്തിനുള്ള ക്രിട്ടിക്സ് പുരസ്കാരം പങ്കിട്ടത് ഉള്ളൊഴുക്കിന്റെ സംവിധായകൻ ക്രിസ്റ്റോ ടോമി. കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമ സംവിധാനം ചെയ്ത ഡിൻജിത് അയ്യത്താൻ. അതേസമയം ഏറെ വികാരഭരിതമായ നിമിഷം മരണാനന്തര ബഹുമതിയായ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ശ്രീനിവാസൻ സാറിനാണ്. അദ്ദേഹത്തിന് വേണ്ടി വേദിയിലെത്തിയത് ഭാര്യ വിമലയും മകൻ വിനി ശ്രീനിവാസനുമാണ്. അത് കണ്ടപ്പോൾ സദസ്സ് നിശബ്ദമായി ആദരവ് അർപ്പിച്ചു. സത്യമായി പറഞ്ഞാൽ ആ അവാർഡ് വേദിയിൽ കണ്ടത് ഒരു വിജയത്തിന്റെ ആഘോഷം മാത്രമല്ലായിരുന്നു. അത് വിനയം, സഹപ്രവർത്തകരോടുള്ള ആദരം, തലമുറകളെ കൂട്ടിയിണക്കുന്ന ഒരു സ്നേഹബന്ധം. അതൊക്കെയാണ് അവിടെ കണ്ടത്. ചിലപ്പോൾ തോന്നും ഇതുപോലുള്ള നല്ല നിമിഷങ്ങളാണ് മലയാള സിനിമയെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കുന്നതെന്ന്. ഇന്നലെ സത്യത്തിൽ ആരായിരുന്നു സ്റ്റാർ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റായി എഴുതാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലുള്ള നല്ല രസകരമായ വാർത്തകളും വിശേഷങ്ങളുമായി വരുന്നതുവരെ ദിസ് ഈസ് ഗോൾഡൻ പെൻ സൈനിങ് ഓഫ് വിത്ത്. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.